അങ്ങനെ സൂപ്പർ കപ്പ് ആരംഭിക്കുവാനായിട്ട് ഇനി അവശേഷിക്കുന്നത് വെറും 2 ദിവസങ്ങൾ കൂടി മാത്രമാണ്. അങ്ങനെ സൂപ്പർ കപ്പ് ഒക്ടോബർ 25-ാം തീയതി ആരംഭിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് ഒക്ടോബർ 30-ാം തീയതിയാണെന്നും രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിക്കെതിരെയാണെന്നും എല്ലാ തരത്തിലുള്ളൊരു അപ്ഡേറ്റ് നമ്മൾ നേരത്തെ തന്നെ പങ്കുവച്ചതാണ്. അതുപോലെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് സെഷൻസൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും നമുക്കെല്ലാവർക്കും നേരത്തെ തന്നെ ലഭിച്ചതാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് 2 താരങ്ങളുമായിട്ട് മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് ടീം വിട്ടുപോയിരിക്കുന്നത്. ആ 2 താരങ്ങളിൽ ഒന്ന് പ്രബീർ ദാസാണ്, മറ്റൊന്ന് ബികാഷ് സിംഗ് ആണ്. ഈ 2 താരങ്ങളും കഴിഞ്ഞുപോയ സീസണിൽ ലോണിൽ മറ്റുള്ള ക്ലബ്ബുകളിലേക്ക് പോയവരാണ്. എന്നിട്ടായിരുന്നു സൂപ്പർ കപ്പിന് മുൻപായിട്ട് ഈ 2 താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ കൂടി നമ്മൾ ഒരു റിപ്പോർട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതായത് ആയിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി വ്യക്തമാക്കിയൊരു കാര്യമായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ സ്ക്വാഡ് സൈസ് 20 to 25 താരങ്ങളുടെ ഒരു സ്ക്വാഡ് സൈസാക്കി മാറ്റുവാനായിട്ട് പോകുന്നു എന്ന തരത്തിൽ. സോ അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളാണ് ഇതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് എന്നും കൂടി വ്യക്തമാക്കുന്നതാണ്. പിന്നീട് നിലവിൽ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നിട്ടുള്ള വളരെയധികം ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നിലവിൽ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു വാർത്ത നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആശിഷ് നേഹിയാണ്. സോ അതിനാൽ തന്നെ വളരെയധികം വിശ്വസനീയമായ ഒരു സോഴ്സിൽ തന്നെയാണ് ഈ ഒരു വാർത്ത ലഭിച്ചിട്ടുള്ളത്. സൂപ്പർ കപ്പിൻ്റെ ലൈവ് ടെലികാസ്റ്റ് എവിടെ നടക്കും അല്ലെങ്കിൽ എവിടെ ലഭിക്കുമെന്ന തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ആരാധകർക്കെല്ലാം ഉള്ളതാണ്. കാരണം നിലവിൽ നേരത്തെ ഒരു വാർത്ത വന്നിട്ടുണ്ടായതാണ്, ഫത്തോള സ്റ്റേഡിയത്തിലുള്ള മത്സരങ്ങളുടെ മാത്രം ലൈവ് ടെലികാസ്റ്റേ ഉണ്ടാവുകയുള്ളൂ, ബാംബോലിം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ലൈവ് ടെലികാസ്റ്റ് മത്സരങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളത്. പിന്നീട് ഇതിനെ പ്രതിഷേധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സും ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബും രംഗത്ത് വരികയും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സോ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ടെലികാസ്റ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ആശിഷ് നേഹി റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ടെലികാസ്റ്റ് എങ്ങനെ കാണുവാനായിട്ട് സാധിക്കും എന്നൊരു കാര്യവുമായി ബന്ധപ്പെട്ട് നിലവിൽ കേരളയുടെ റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നെഹി ചില കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ഒരു കാര്യമാണ്, ഫത്തോള സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളെല്ലാം തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലും അതോടൊപ്പം തന്നെ സ്റ്റാർ സ്പോർട്സിലും ലൈവ് കാണുവാനായിട്ട് സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ സ്പോർട്സിൻ്റെ ഏത് ചാനലിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നില്ല. 1-ലാണോ 2-ലാണോ അതോ 3-ലാണോ എന്നത് കാര്യത്തിലൊന്നും അദ്ദേഹം ഒരു വ്യക്തത നൽകുന്നില്ല. എങ്കിൽ പോലും സ്റ്റാർ സ്പോർട്സിൽ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവുമെന്നൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഫത്തോള സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളുടെ ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ബാംബോലിം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളുടെ ലൈവ് ടെലികാസ്റ്റും ഉണ്ടാവും. പക്ഷേ അത് ഏത് ചാനലിലാണെന്നോ അല്ലെങ്കിൽ എവിടെയാണെന്നോ തരത്തിലുള്ള ഒരു കാര്യം നിലവിൽ അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. ഒരുപക്ഷെ ഇവിടെ തന്നെ അല്ലെങ്കിൽ സ്റ്റാർ സ്പോർട്സിൽ തന്നെ ആയിരിക്കും ആ ഒരു ചാനലുകളുടെയും ആ ഒരു മത്സരങ്ങളുടെയും ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. സോ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ ഒരു സൂപ്പർ കപ്പിൻ്റെ ലൈവ് ടെലികാസ്റ്റ് സ്റ്റാർ സ്പോർട്സിൻ്റെ ഒരു ചാനലിൽ ഉണ്ടാകും. കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസണിൽ, അതായത് സൂപ്പർ കപ്പിൻ്റെ സീസണിൽ സ്റ്റാർ സ്പോർട്സിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ലൈവ് ടെലികാസ്റ്റ് മത്സരങ്ങൾ സ്റ്റാർ സ്പോർട്സിൻ്റെ 3 ചാനലിലായിരുന്നു. സോ ഈ ഒരു സാഹചര്യത്തിൽ സ്റ്റാർ സ്പോർട്സിൻ്റെ 3 ചാനലിൽ തന്നെ ആയിരിക്കാം ഈ ഒരു ലൈവ് ടെലികാസ്റ്റും ഉണ്ടാവുക എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാവുന്നതാണ്. പുറത്ത് തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകുമെന്നൊരു കാര്യം ആണ് നിലവിൽ അറിയുന്നത്. കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സൂപ്പർ കപ്പ് സീസണിലും ഈ 2 ബ്രോഡ്കാസ്റ്റിംഗ് സർവീസുകളായിരുന്നു സൂപ്പർ കപ്പിൻ്റെ ലൈവ് ടെലികാസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ ഇവർ തന്നെയായിരിക്കും ഈ ഒരു സീസണിലും നടത്തുക എന്നാണ് നിലവിൽ ആശിഷ് നെഹി റിപ്പോർട്ട് ചെയ്യുന്നത്. പോരാതെ തന്നെ ബാംബോലിം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളുടെ ലൈവ് ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ടൊരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ലൈവ് ടെലികാസ്റ്റും ഉണ്ടാവുമെന്ന് ആശിഷ് നെഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.